ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസ് അഥവാ ഗുണന സമവാക്യങ്ങൾ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 82 ക്വസ്റ്റ്യൻ നമ്പേഴ്സ് 3ഉം 4ഉം ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 3 ഡിസ്കസ് ചെയ്യാം. രണ്ട് സംഖ്യകളിൽ വലുതിനോട് 1 കൂട്ടിയതും ചെറുതിൽ നിന്ന് 1 കുറച്ചതും തമ്മിലുള്ള ഗുണനഫലം 540 ആണ്. വലുതിൽ നിന്ന് 1 കുറച്ചതും ചെറുതിനോട് 1 കൂട്ടിയതും തമ്മിലുള്ള ഗുണനഫലം 560 ആണ്. അപ്പോൾ സംഖ്യകളുടെ ഗുണനഫലം എന്താണെന്നും സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും സംഖ്യകൾ ഏതൊക്കെയാണെന്നുമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്പേഴ്സാണ്, നമ്പേഴ്സിനെ എക്സും വൈ എന്നും എടുക്കാം. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് തന്നെ എടുക്കാം. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ബിഗർ നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക, സ്മോളർ നമ്പറിൻ്റെ കൂടെ 1 സബ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബിഗർ നമ്പർ എക്സ് ആണ്, എക്സിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക, വൈയുടെ കൂടെ 1 സബ്ട്രാക്ട് ചെയ്യുക. അത് തമ്മിലുള്ള മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 540 ആണ്. ഇതാണ് ഫസ്റ്റ് പാർട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി സെക്കൻഡ് പാർട്ട് പറഞ്ഞിരിക്കുന്നത് വലുതിൽ നിന്ന് 1 കുറയ്ക്കുക. അപ്പോൾ വലുതിൽ നിന്ന് 1 കുറയ്ക്കുക, വലുത് എക്സ് ആണ്, വലുതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ എക്സ് -1 ആണ്. ചെറുതിൽ നിന്നോട് 1 കൂട്ടിയതും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ, ചെറുതിനോട് 1 കൂട്ടി അത് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ എന്ന് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ 560 ആണ്. ഇനി ഇത് രണ്ടും നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ സംഖ്യകളുടെ ഗുണനഫലം, അപ്പോൾ സംഖ്യകൾ ഏതാ എക്സും വൈയും, അതിൻ്റെ ഗുണനഫലം എന്ന് പറയുന്നത് എക്സ് വൈ നമുക്ക് വേണം. പിന്നെ അവ തമ്മിലുള്ള വ്യത്യാസം, വലുത് എക്സ് ആണല്ലോ, അപ്പോൾ x-y നമുക്ക് വേണം, പിന്നെ എക്സും വൈയും വേണം. അപ്പോൾ നമുക്ക് രണ്ടും സെപ്പറേറ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എക്സ് ഇൻറ്റു വൈ, എക്സ് ഇൻറ്റു വൈ. ഇനി എക്സ് ഇൻറ്റു -1, അപ്പം പ്ലസ് എക്സ് ഇൻറ്റു -1. ഇനി 1 ഇൻറ്റു വൈ, പ്ലസ് 1 ഇൻറ്റു വൈ, 1 ഇൻറ്റു -1, പ്ലസ് 1 ഇൻറ്റു -1. ഇതാണ് 540. അപ്പോൾ ഇതിനെ നമുക്കൊന്നും കൂടെ എഴുതാം. എക്സ് വൈ, ഒരു മൈനസേ ഉള്ളൂ, അപ്പോൾ -x പ്ലസ് വൈ, ഒരു മൈനസേ ഉള്ളൂ, -1 ഈക്വൽ ടു 540. അല്ലെങ്കിൽ നമുക്ക് ഈ -1നെ കൂടെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എക്സ് വൈ -x പ്ലസ് വൈ ഈക്വൽ ടു, ഈ 1 അപ്പുറത്ത് പോകുമ്പോൾ +1 ആവും, അപ്പോൾ 541 എന്ന് കിട്ടി. ഇത് നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനായിട്ട് എടുക്കാം. ഇനി നമുക്ക് അതേപോലെ തന്നെ രണ്ടാമത്തേനെയും സോൾവ് ചെയ്യാം. അപ്പോൾ എക്സ് ഇൻറ്റു വൈ, അതായത് എക്സ് വൈ. ഇനി പ്ലസ് എക്സ് ഇൻറ്റു +1, പ്ലസ് എക്സ് ഇൻറ്റു 1, -1 ഇൻറ്റു വൈ, -1 ഇൻറ്റു 1. ഒന്നുകൂടെ എഴുതാം. എക്സ് വൈ പ്ലസ് എക്സ് -y -1 ഈക്വൽ ടു 560. അവിടെയും -1 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എക്സ് വൈ പ്ലസ് എക്സ് -y ഈക്വൽ ടു, ഈ -1 അപ്പുറത്ത് പോകും, +1 ആവും, അപ്പോൾ 561 എന്ന് കിട്ടി. അതിനെ നമുക്ക് ഇക്വേഷൻ 2 എന്നും എടുക്കാം. ഇനി ഈ രണ്ട് ഇക്വേഷൻസും സോൾവ് ചെയ്യണം. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് വൈ കിട്ടും. അപ്പോൾ നമുക്കത് ചെയ്യാം. ഇവിടെ ഞാൻ ആ രണ്ട് ഇക്വേഷൻസും എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ എപ്പോഴും ഈക്വൽ ടു സൈൻ്റെ റൈറ്റ് സൈഡിൽ വലിയ നമ്പർ വരുന്ന ഇക്വേഷനെ ആദ്യം എഴുതുക, ചെറിയ നമ്പർ വരുന്നതിന് താഴെ എഴുതുക. അപ്പോൾ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. ഇവിടെ നമുക്ക് അഡിഷനോ സബ്ട്രാക്ഷനോ ഏതാ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. എക്സ് വൈ ആണ് ആദ്യം വേണ്ടത്, അപ്പോൾ പ്രോഡക്റ്റ് ആണ് ആദ്യം വേണ്ടത്. അപ്പോൾ നമുക്കിത് തമ്മിൽ ആഡ് ചെയ്താൽ ഈ പ്ലസ് എക്സും -എക്സും കൂടെ ക്യാൻസൽ ആവും, -yയും +yയും ക്യാൻസൽ ആവും, ഓപ്പോസിറ്റ് സൈനും സെയിം നമ്പറും ആകുമ്പോൾ ക്യാൻസലായി പൊക്കോളും. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുക, എക്സ് വൈ പ്ലസ് എക്സ് വൈ എന്ന് പറയുന്നത് നമുക്ക് 2xy എന്ന് കിട്ടും, ഈക്വൽ ടു ആഡ് ചെയ്യുക 1 + 1 2, 6 + 4 10, 10 + 1 11. അപ്പോൾ 2xy ആണ് 1102. അപ്പോൾ xy എന്ന് പറയുന്നത് അതിൻ്റെ
പകുതിയായിരിക്കും. പകുതി എന്ന് പറയുമ്പോൾ 11ന്റെ പകുതി 5, റിമൈൻഡർ 1 വരുന്നുണ്ട്. 10ന്റെ പകുതി വീണ്ടും 5, 2ന്റെ പകുതി 1. അതായത് പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് 551 ആണ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ വ്യത്യാസമാണ്. ഇവിടെ നോക്കിക്കേ, ഒന്നാമത് എഴുതിയിരിക്കുന്ന ഇക്വേഷനകത്ത് നോക്കുമ്പോൾ ഈ പ്രോഡക്റ്റ് നമുക്ക് 551 എന്ന് കിട്ടി. എക്സ് മൈനസ് വൈ അതല്ലേ വ്യത്യാസം. എക്സ് ആണല്ലോ ബിഗർ നമ്പർ, അപ്പോൾ എക്സ് മൈനസ് വൈ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനകത്തോട്ട് ഈ എക്സ് വൈയുടെ വാല്യൂ 551 എന്നുള്ള ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എക്സ് വൈയുടെ വാല്യൂ 551 എന്ന് ഇപ്പം നമുക്ക് കിട്ടി. പ്ലസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 561. അപ്പോൾ എക്സ് മൈനസ് വൈ അല്ലേ വ്യത്യാസം, ഡിഫറൻസ് നമുക്ക് നമ്മളോട് കാണാൻ ചോദിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 561ൽ നിന്ന് ഈ 551 അപ്പുറത്ത് പോകുമ്പോൾ അത് സബ്ട്രാക്റ്റ് ചെയ്യുക. അതായത് ആൻസർ 10. ഇനി നമുക്ക് നമ്പേഴ്സ് വേണം. അപ്പോൾ എക്സ് മൈനസ് വൈ 10 ആണ്, എക്സ് വൈ 551 ആണെങ്കിൽ നമ്പേഴ്സ് നമുക്ക് വേണം. അപ്പോൾ നമുക്കിവിടെ എക്സ് വൈ 551 എക്സ് മൈനസ് വൈ 10 ആണ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ എക്സ് വൈയും എക്സ് പ്ലസ് വൈയും ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ എങ്ങനെ എക്സും വൈയും കാണും എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതായത് എക്സ് വൈ ഏതാണോ കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ഫാക്ടേഴ്സ് കാണുക. അപ്പോൾ ഇവിടെ 551ൻ്റെ ഫാക്ടേഴ്സാണ് കാണേണ്ടത്. 551ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം 1ഉം 19ഉം 29ഉം 551ഉം ആണ്. പിന്നെ ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 10 കിട്ടണമെങ്കിൽ ഈ രണ്ട് നമ്പേഴ്സ് അല്ലേ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 29ഉം 19ഉം ആണ് നമ്മുടെ നമ്പേഴ്സ്. എക്സ് ആണ് വലിയ നമ്പർ. അപ്പോൾ എക്സ് ഈക്വൽ ടു 29 എന്നും എടുക്കാം, വൈ ഈക്വൽ ടു 19 എന്നും എടുക്കാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ഒരു ചതുരത്തിൻ്റെ നീളം 3 മീറ്റർ കൂട്ടുകയും വീതി 2 മീറ്റർ കുറയ്ക്കുകയും ചെയ്താൽ പരപ്പളവ് 10 ചതുരശ്ര മീറ്റർ കുറയും. നീളം 2 മീറ്റർ കുറയ്ക്കുകയും വീതി 3 മീറ്റർ കൂട്ടുകയും ചെയ്താൽ പരപ്പളവ് 30 ചതുരശ്ര മീറ്റർ കൂടും. ചതുരത്തിൻ്റെ നീളവും വീതിയും കണക്കാക്കുക. അതായത് ഒറിജിനൽ ചതുരമുണ്ട്, അതിൽ നിന്ന് ചതുരത്തിൻ്റെ നീളവും വീതിക്കും വ്യത്യാസം വരുത്തിയാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ ഒറിജിനൽ ചതുരത്തിൻ്റെ നീളവും വീതിയുമായിട്ട് എക്സും വൈയും എടുക്കാം. ഇതാണ് നമ്മുടെ ഒറിജിനൽ ചതുരം. ഇതിൻ്റെ നീളം കൂട്ടിയിട്ട് വീതി കുറച്ചു. അപ്പം നീളം എത്ര കൂട്ടിയത്? 3 മീറ്റർ കൂട്ടി. അപ്പം എക്സ് എന്നുള്ളത് എക്സ് പ്ലസ് 3 ആയി. വീതി കുറയ്ക്കുക ചെയ്ത് വൈ എന്നുള്ളത് വൈ മൈനസ് 2 ആയി. അങ്ങനെ ചെയ്തപ്പോൾ പരപ്പളവ് 10 ചതുരശ്ര മീറ്റർ കുറഞ്ഞു. 10 സ്ക്വയർ മീറ്റർ കുറയുക ചെയ്തത്. അതായത് നമുക്കറിയാം ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണുന്നത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഇവിടെ ലെങ്ത് എക്സ് പ്ലസ് 3 ആണ്, ബ്രെഡ്ത്ത് വൈ മൈനസ് 2 ആണ്. ഇത് ചെയ്യുമ്പം ഒറിജിനൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, അതായത് എക്സ് ഇൻറ്റു വൈ, അതിനേക്കാളും 10 ചതുരശ്ര മീറ്റർ കുറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനേക്കാളും 10 ചതുരശ്ര മീറ്റർ കുറയുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത് നോക്കാം. നീളം 2 മീറ്റർ കുറയ്ക്കുകയും വീതി 3 മീറ്റർ കൂട്ടുകയും ചെയ്യാം. അപ്പം നീളം കുറഞ്ഞു, എന്നിട്ട് വീതി കൂട്ടി. നീളം കുറഞ്ഞിട്ട് വീതി കൂട്ടി. നീളം 2 മീറ്റർ കുറച്ചു, വീതി 2 മീറ്റർ കൂട്ടി, വീതി 3 മീറ്റർ കൂട്ടി. അപ്പം ഷേപ്പ് മാറി. അപ്പോൾ ഇവിടുത്തെ പരപ്പളവ് എന്താ? പരപ്പളവ് അഥവാ ഏരിയ എന്ന് പറയുന്നത് എക്സ് മൈനസ് 2 ഇൻറ്റു വൈ പ്ലസ് 3 ആണ്. അപ്പോൾ ഈ പരപ്പളവ് എന്ന് പറയുന്നത് ഒറിജിനൽ പരപ്പളവിനേക്കാളും 30 ചതുരശ്ര മീറ്റർ കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒറിജിനൽ പരപ്പളവ് എന്ന് പറയുന്നത് എക്സ് വൈ ആണ്. എക്സ് വൈയുടെ കൂടെ 30 കൂടും. മനസ്സിലായോ? അപ്പോൾ ഇത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നോക്കാം.
അപ്പോൾ ഇവിടെ ഇത് ഓപ്പൺ ചെയ്ത് എക്സ് ഇൻറ്റു വൈ എക്സ് വൈ എക്സ് ഇൻറ്റു -2. ഇപ്പോൾ -2x പ്ലസ് 3 ഇൻറ്റു വൈ പ്ലസ് 3y പ്ലസ് 3 ഇൻറ്റു -2. 3 2s are 6 ആണ്, ഒരു നെഗറ്റീവ് ഉള്ളതുകൊണ്ട് -6 ഈക്വൽ ടു എക്സ് വൈ -10. ഇനി ഈ നമ്പറിനെ കൂടെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഈ എക്സ് വൈയും ക്യാൻസലായി. അപ്പം നമുക്ക് എന്തെഴുതാം? -2x പ്ലസ് 3y ഈക്വൽ ടു -10 അവിടെ ഉണ്ട്, ഈ -6 അപ്പുറത്ത് പോകുമ്പോൾ +6 ആവും. അപ്പോൾ -10 + 6 എന്ന് വരും. അല്ലെങ്കിൽ -2x പ്ലസ് 3y ഈക്വൽ ടു -4 എന്ന് കിട്ടി. ഇത് നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനായിട്ട് എടുക്കാം. ഇനി അതേപോലെ രണ്ടാമത്തെ ഇക്വേഷനും കൂടെ നമുക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ ഓപ്പൺ ചെയ്യാം. എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈ എക്സ് ഇൻറ്റു +3 പ്ലസ് 3x -2 ഇൻറ്റു വൈ. അപ്പോൾ -2y -2 ഇൻറ്റു 3 6 ഈക്വൽ ടു എക്സ് വൈ പ്ലസ് 30. ഇവിടെയും എക്സ് വൈ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി വരുന്നത് 3x -2y ഈക്വൽ ടു 30. ഈ -6 അപ്പുറത്ത് പോകുമ്പോൾ +6 ആയി. അല്ലെങ്കിൽ 3x -2y ഈക്വൽ ടു 36. ഇതിനെ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനായിട്ട് എടുക്കാം. ഇനി ഈ രണ്ട് ഇക്വേഷൻസും കൂടെ നമുക്ക് സോൾവ് ചെയ്യണം. ഇത് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് നമുക്കറിയാം രണ്ടാമത്തെ ഇക്വേഷനിൽ ആദ്യം -സൈനാണ് കിടക്കുന്നത്. അപ്പം നമുക്കതിനെ വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്യാം. അതായത് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ടേമിന് മാത്രം ചേഞ്ച് ചെയ്യരുത്, ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഇക്വേഷന് നമുക്ക് ഈ രീതിയിൽ എഴുതാം. അതായത് 3x ഒന്നാമത്തെ ഇക്വേഷൻ ഞാൻ അതേപോലെ എഴുതുകയാണ്. -2y ഈക്വൽ ടു 36. രണ്ടാമത്തെ ഇക്വേഷൻ്റെ ഫുള്ള് ചേഞ്ച് ചെയ്തു. 2x -3y ഈക്വൽ ടു 4. നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയത്. ഇനി നമുക്ക് നോക്കിയാൽ അറിയാം നമ്പേഴ്സ് വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇക്വേഷനിൽ 3യെ രണ്ടാമത്തെ ഇക്വേഷന് മൾട്ടിപ്ലൈ ചെയ്യാൻ കൊടുക്കുന്നു. രണ്ടാമത്തെ ഇക്വേഷനിൽ 2നെ ആദ്യത്തെ ഇക്വേഷനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കൊടുക്കുന്നു. അപ്പോൾ സെയിം നമ്പർ കിട്ടിയാലാണ് സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പം. അപ്പോൾ ഓരോ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 3 ഇൻറ്റു 2 6x -2 ഇൻറ്റു 2 അപ്പോൾ -4y ഈക്വൽ ടു 36 ഇൻറ്റു 2 72. ഇനി അതുപോലെ 2 ഇൻറ്റു 3 6x -3 ഇൻറ്റു 3 9y ഈക്വൽ ടു 4 3s are 12. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ഇവിടെ സബ്ട്രാക്ട് ചെയ്താൽ മതി. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 6x -6x അതങ്ങ് ക്യാൻസലായി പൊക്കോളും. പിന്നെ -4 -9 പ്രത്യേകം ശ്രദ്ധിക്കുക. -4 -9. അപ്പോൾ 2 മൈനസ് അടുത്ത് വരുമ്പോൾ അത് പ്ലസ് ആവും. -4 + 9 ആവും. ആൻസർ 5. അപ്പോൾ ഇവിടെ 5y ഈക്വൽ ടു 72 - 12. 2 - 2 0. 7 - 1 6. അതായത് 5y ആണ് 60. അപ്പോൾ y ഈക്വൽ ടു 60/5. ഹൗ മെനി ടൈംസ് 5 in 6? ഒരു പ്രാവശ്യമുള്ളൂ. റിമൈൻഡർ 1 2. അപ്പോൾ വൈയുടെ വാല്യൂ 12 എന്ന് കിട്ടി. ഇനി ഇതിലേതെങ്കിനകത്തെങ്കിലും വൈയുടെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടും. നമുക്ക് ഒന്നാമത്തെ അല്ലെങ്കിൽ ഇതിനകത്ത് ഇടുമായിരിക്കും ഏറ്റവും എളുപ്പം. 2x - 3y ഈക്വൽ ടു 4. നമ്മുടെ നമ്പേഴ്സ് ചെറുതുള്ളത് എടുക്കുക, അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2x - 3 ഇൻറ്റു വൈയുടെ വാല്യൂ 12 ഈക്വൽ ടു 4. അപ്പോൾ എന്തെഴുതാം? 2x - 36 ഈക്വൽ ടു 4. അല്ലെങ്കിൽ 2x ഈക്വൽ ടു 36 അപ്പുറത്ത് പോകുമ്പോൾ +36 ആവും. 4 കൂടെ ആഡ് ചെയ്യുമ്പോൾ 40 എന്ന് കിട്ടും. അല്ലെങ്കിൽ x ഈക്വൽ ടു 40യുടെ പകുതി 20. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ചെറിയ ആ റെക്റ്റാങ്കിൾ, നമ്മുടെ ഒറിജിനൽ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് 20യും ബ്രെഡ്ത്ത് 12 എന്നും കിട്ടി.